നീണ്ട അനിശ്ചിതങ്ങൾക്ക് വിരാമമായി. മൂന്നാം സീറ്റ് ആവശ്യമുന്നയിച്ച ലീഗ് രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ടു. ഒപ്പം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് അബ്ദുസമദ് സമദാനിയും പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറും സിറ്റിംഗ് എംപിമാരാണ്. ഇത്തവണ ഇരുവരും മണ്ഡലം വെച്ചുമാറി. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബാണ്. പൊന്നാനിയിൽ ഹാട്രിക് ജയം നേടിയ ശേഷമാണ് ഇ.ടി. മലപ്പുറത്തേക്ക് കന്നി അംഗത്തിന് വരുന്നത്. 4 തവണ നിയമസഭാ അംഗമായ അദ്ദേഹം കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലും അംഗമായി. ഇനിയും നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടാനുണ്ട്. അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ കാലത്ത് കാണിച്ച ഉത്തരവാദിത്വം കുറച്ചുകൂടി ആവേശകരമായി കാണിക്കാൻ ഇതൊരു പ്രചോദനം കൂടിയായിട്ട് ഞങ്ങൾ കാണുകയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സമദാനി എം.പി. ആയത്. കോട്ടക്കൽ സ്വദേശിയായ സമദാനിക്ക് പൊന്നാനിയിൽ കന്നി അംഗമാണ്. എന്തൊക്കെ ഒച്ചപ്പാടുണ്ടായ സന്ദർഭങ്ങളിലും വളരെ പ്രഗത്ഭരായ നേതാക്കളെ, സമുന്നതരായ പാർലമെന്റ് അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയച്ചിട്ടുള്ള ചരിത്രമാണ്. തീർച്ചയായും പൊന്നാനിയുടെ ജനമനസ്സ് UDFന് അനുകൂലമായിട്ടുണ്ടാവും. ജനങ്ങളത് നൽകുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം സീറ്റിലേക്കും ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് എം.പി. നവാസ് കന്നി തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ മത്സരിപ്പിക്കണമെന്ന് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ തന്നെ ശക്തമായ ആവശ്യമുന്നയിച്ചു. പക്ഷേ PV അബ്ദുൽ വഹാബും MK മുനീറും കടുത്ത എതിർപ്പ് ഉയർത്തിയതോടെയാണ് യൂത്ത് ലീഗിന് തൽക്കാലം മാറി നിൽക്കേണ്ടി വന്നത്. പാണക്കാട് നിന്നും അരുൺകുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.